ഹലോ വിയേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ട് നമ്മളതിനെ നല്ലോണം കഴുകി ഒരു 4 മണിക്കൂർ കുതിർക്കുക കേട്ടോ. നമുക്കിത് റേഷനിൽ കിട്ടുന്ന പച്ചരിയും കൂടി യൂസ് ചെയ്യുക കേട്ടോ. നല്ല അരി വേണമെന്നൊന്നുമില്ല. റേഷനിലുള്ളത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു 3-4 പ്രാവശ്യം കഴുകേണ്ടി വരുന്നു മാത്രം. പച്ചരി ആയതുകൊണ്ട് വേഗം കുതിരുകയും ചെയ്യും. എന്നിട്ട് നമ്മളതിനെ കുഞ്ഞു മിക്സി ജാറിലിട്ട് അരച്ചാൽ മതി. ഞാനിന്ന് കുഞ്ഞു മിക്സി ജാറിലാണ് ഇടണ. ഒരു 2 പ്രാവശ്യമായിട്ട് അരയ്ക്കുക. ഓക്കെ. സോ നമ്മളതിലേക്ക് കുറച്ച് ചുവന്ന മുളകും കൂടി ഇടുക കേട്ടോ. ഞാനിന്ന് ഒരു 5-6 ഇട്ടിട്ടുണ്ട്. എരിവ് അത്രയ്ക്കും മതിയാവും. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർ ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടി അരച്ചിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അങ്ങനെ 2 പ്രാവശ്യമായി അരച്ചിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു പാനിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക കേട്ടോ. നല്ലെണ്ണ ഇത്തിരി കൂടിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് 1 സ്പൂൺ, നമുക്ക് ക്വാണ്ടിറ്റി കുറച്ചല്ലേ ഉള്ളൂ, ഒരു കപ്പ് അരിയല്ലേ ഉള്ളൂ. അതിലേക്ക് 1 സ്പൂൺ എള്ള് അല്ലെങ്കിൽ ജീരകം, അത് ഓപ്ഷനാണ്. ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഇടാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഈ അരച്ച മാവിനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. മാവ് ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ലോണം വെള്ളമാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 1 കപ്പാണ് എടുത്തിരിക്കണമെങ്കിൽ അതിലൊരു 5 കപ്പ് വെള്ളമെങ്കിലും ഒഴിക്കണം. ഓക്കെ. നമ്മൾ മുളക് ഇട്ടിട്ടുണ്ട്, എന്നാലും കളറിനായി കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇടുന്നുണ്ട് അതിലേക്ക്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കായം 1 സ്പൂണോ 2 സ്പൂൺ ഇടുക. നല്ല വാസനയായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉണ്ണിത്തണ്ട് കൂടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വാഴത്തണ്ട്, ബനാന സ്റ്റെമ്മ് എന്നൊക്കെ പറയും. ഓക്കെ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. വെള്ളം കൂടുതൽ ഒഴിക്കണം, അപ്പോഴേ അതൊന്ന് വേവുള്ളൂ കേട്ടോ. എന്നിട്ട് അത് കുറുകി വരും നല്ലോണം. അത് പാനിലേക്ക് ഒട്ടാതെ നന്നായി കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് കൈ മുക്കി നമുക്ക് ഉരുട്ടാൻ കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. അതാണ് കറക്റ്റായിട്ടുള്ള ഒരു പാകം കേട്ടോ. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ അതിലേക്ക് കൈ മുക്കി ഈ മാവ് എടുത്ത് ഉരുളകളാക്കി നമ്മളതിനെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ മുഴുവൻ മാവും ഉരുട്ടി ആ പ്ലേറ്റിലേക്ക് തന്നെ എല്ലാം വെച്ച് കൊടുക്കുക, ഓരോന്നോരോന്നായിട്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടമാണ്. ഇപ്പം നല്ല വെയിലൊക്കെ ഉള്ള സമയമാണല്ലോ, അപ്പോൾ വേഗം കൊണ്ടാട്ടങ്ങളൊക്കെ ഉണ്ടാക്കാം. ഓക്കെ. ഇതിപ്പോൾ എല്ലാ കൊണ്ടാട്ടവും ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ അതിനെ എടുത്തുകൊണ്ട് പോയി വെയിലത്ത് കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. അതാ വെയിലത്തൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട്, നല്ല വെയിലുണ്ട്. ഓക്കെ. ഇപ്പോൾ ഏകദേശം ഉച്ചയായി. ഇത് കൊണ്ടാട്ടങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ രാവിലെ ഉണ്ടാക്കണം കേട്ടോ, അതാണ് നല്ലത്. ഇപ്പോൾ ഉച്ചയായപ്പോൾ അത് ഏകദേശം ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയും കൂടി ഒന്ന് ഉണങ്ങിക്കിട്ടും. അപ്പോൾ ഞാൻ ഇതിപ്പോൾ എല്ലാം മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എല്ലാം മറിച്ചിട്ട് കഴിഞ്ഞു. ഇതിപ്പോൾ ഫസ്റ്റ് ഡേ ഏകദേശമൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സെക്കൻഡ് ഡേ കൂടി ഞാനതിനെ വെയിലത്ത് വെച്ച് നോക്കുമ്പോൾ ഉള്ളിൽ കുറച്ചൊന്നും ഉണങ്ങാത്ത പോലെ ഉണ്ടായിരുന്നു. എന്നാലും അപ്പോൾ വീണ്ടും വെച്ചു. അപ്പോൾ 3rd ഡേ കൂടി വെച്ചു. അപ്പം നല്ലോണം ഉണങ്ങി കിട്ടിയിട്ട് അതൊക്കെ ശബ്ദം. സോ നല്ലൊരു വാഴത്തണ്ട് അല്ലെങ്കിൽ ബനാന സ്റ്റെം അല്ലെങ്കിൽ ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടം റെഡിയാണ്. അതിൻ്റെ കൂടെ ഒരു മുളക് കുപ്പി കാണുന്നത്, ഞാൻ ഈ ചുവന്ന മുളകൊക്കെ ഉണ്ടല്ലോ അത് കളയണ്ട പറഞ്ഞ് അതിനെയും കൂടി ഒന്ന് വെയിലത്തിട്ട് നല്ലോണം ഉണക്കി വെച്ചതാണ് കേട്ടോ. സോ ഇനി നമ്മൾ വറുത്ത് നോക്കണ്ടേ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പം ഞാൻ വെറുതെ കുറച്ച് വറുത്ത് നോക്കിയപ്പോൾ നല്ലോണം അത് സൈസും വലുതാവുന്നുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സോ എല്ലാവരും ഇപ്പം നല്ല വെയിലുള്ള സമയമാണ്, ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടം ട്രൈ ചെയ്യൂ. ഓക്കെ. ഫീഡ്ബാക്ക് അറിയിക്കൂ. ഹാപ്പി കുക്കിംഗ്.